ഹലോ. 100, 1000, 10000 തുടങ്ങിയ സംഖ്യകളുടെ അടുത്തുള്ള രണ്ട് സംഖ്യകൾ തന്നിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ചെയ്യാവുന്നതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓരോ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് 100-നടുത്തുള്ള സംഖ്യകളായ 104 × 108 എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് ബേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബേസ് എന്ന് വെച്ചാൽ ഈ 100, 1000, 10000 തുടങ്ങിയ സംഖ്യകളാണ് ബേസ്. ഈ 104-നും 108-നും ബേസ് വരുന്നത് 100 അല്ലേ. 100-നടുത്തുള്ള സംഖ്യകളാണ് 104, 108. ഇപ്പോൾ തരുന്ന സംഖ്യകളുടെ അടുത്തുള്ള ഈ 100, 1000 തുടങ്ങിയ പോലത്തെ സംഖ്യകളാണ് ബേസായിട്ട് വരുന്നത്. 104-ൻ്റെയും 108-ൻ്റെയും കേസിൽ ബേസ് 100. ഈ തരുന്ന രണ്ട് സംഖ്യകളുടെയും ബേസ് സെയിം ആയിരിക്കണം, എന്നാലേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബേസ് 100 ഇനിയിപ്പോൾ ചെയ്യേണ്ടത് 104-ഉം 108-ഉം ഇങ്ങനെ എഴുതുക. ഇനി ഈ ബേസും ഈ തന്നിരിക്കുന്ന നമ്പറുകളും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ട് മാറ്റി എഴുതുക. 100 ബേസ്, 104 ഈ തന്നിരിക്കുന്ന നമ്പർ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് +4 ആണല്ലേ. 100-ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 104 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം +4. ഈ 100-ഉം 108-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? +8 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇത് തമ്മിൽ ഗുണിക്കുക. +4 +8 രണ്ടും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ +32 കിട്ടും. ഇതവിടെ വയ്ക്കട്ടെ. ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയഗണലി ആഡ് ചെയ്യുക. അതായത് ഈ 104 +8 ചെയ്യുക, അല്ലെങ്കിൽ ഈ 108 +4 ചെയ്യുക. ഓക്കെ, 2 ചെയ്താലും ഉത്തരം സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ 1 ചെയ്താൽ മതി. 104 +8 ചെയ്യുക, എത്രയാണ്? 112. ഓക്കെ, ഇനിയിപ്പോൾ 108 +4 ചെയ്താലും 112 തന്നെയാണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇതുകൊണ്ട്. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ബേസ് 100 ആണല്ലോ. 100-ന് 2 പൂജ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 112-ൻ്റെ ബാക്കിയായിട്ട് 2 പൂജ്യങ്ങൾ കൂടെ ഇടുക. ഇനിയും ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയ ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ സംഖ്യയും ഈ വ്യത്യാസങ്ങൾ ഗുണിച്ച് കിട്ടിയ ഈ സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11,232 എന്ന് കിട്ടും. ഓക്കെ, ഈ 104 × 108 ചെയ്താൽ കിട്ടുന്ന ഉത്തരവാണ് 11,232. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം ചെയ്യാം. ഇതിപ്പം 100-ന് മുകളിലുള്ള രണ്ട് സംഖ്യകളാണല്ലേ. ഇനി 100-ന് താഴെയുള്ള രണ്ട് സംഖ്യകൾ നോക്കാം. 96 × 98. ഇവിടെയും ബേസ് 100 ആണല്ലേ. 96, 98 100-നോടാണ് അടുത്തുള്ളത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് 96, 98 ഇങ്ങനെ എഴുതുക. ബേസും ഈ തന്നിരിക്കുന്ന നമ്പറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കറസ്പോണ്ടിങ് നമ്പേഴ്സിന് നേരെ ഇങ്ങോട്ട് എഴുതുക. 96, 100 തമ്മിലുള്ള വ്യത്യാസം -4 ആണല്ലേ. 98, 100 തമ്മിലുള്ള വ്യത്യാസം -2 ആണ്. ഇവിടെ 100-ന് താഴെയുള്ള രണ്ട് നമ്പേഴ്സാണിത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. ഇത് 100-ന് മുകളിലുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് പ്ലസ് വന്നു. അപ്പം ഇത് ഇനിയും ചെയ്യേണ്ടത് -4ഉം -2ഉം ഗുണിക്കുക. വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതുക. -4 × -2 എന്ന് പറയുന്നത് +8 ആണ്. മൈനസും മൈനസും +ആയി. ഇനിയും ചെയ്യേണ്ടത് ഡയഗണലി ആഡ് ചെയ്യുക. 96 +-2, അല്ലെങ്കിൽ 98 +-4. എത്ര വരും? 96 +-2 എന്ന് പറഞ്ഞാൽ 94 അല്ലേ. ഇനിയും ചെയ്യേണ്ടത് ബേസ് 100 ആയതുകൊണ്ട് തന്നെ 100-ൻ്റെ 2 പൂജ്യങ്ങൾ 94-ൻ്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് എഴുതി. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. 9408 ഉത്തരം. 96 × 98 എന്ന് പറയുന്നതാണ് 9408. ഇനി ഒരു ടൈപ്പ് എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ രണ്ടും ചെയ്ത് ഒന്നിൽ രണ്ടും 100-ന് മുകളിൽ, അല്ലെ രണ്ടും 100-ന് താഴെ. ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരെണ്ണം 100-ന് മുകളിലും മറ്റൊരെണ്ണം 100-ന് താഴെയുള്ളതായിട്ടുള്ള സംഖ്യയാണ്. ഇപ്പോൾ നോക്കാം. 104 × 98 ചെയ്യാം. ഓക്കെ, ഇവിടെയും ബേസ്
100 തന്നെയാണ്. 104 എഴുതി, 98 എഴുതി, ബേസുമായിട്ടുള്ള ഓരോ നമ്പേഴ്സിൻ്റെയും വ്യത്യാസം ഇങ്ങോട്ട് എഴുതി. ഇവിടെ എത്രയാണ് വരുന്നത്? +4 ആണ്. 98ഉം ബേസും തമ്മിലുള്ള വ്യത്യാസം -2 ആണ്. ഇനിയും ചെയ്യേണ്ടത് ഈ വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതുക. +4 × -2 -8. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഡയഗണലി ആഡ് ചെയ്യുക. 94 + -2 അല്ലെങ്കിൽ 98 +4. എന്ത് വരും? 94 + -2 ചെയ്ത് കഴിയുമ്പോൾ 102 വരും. 98 + +4 ചെയ്താലും അത് തന്നെ വരും. 102 വന്നു. ഇനി 100ൻ്റെ 2 പൂജ്യങ്ങൾ, ബേസാണ് 100. 100ൻ്റെ 2 പൂജ്യങ്ങൾ 102ൻ്റെ ബാക്കിയായിട്ട് എഴുതി. ഇനി ഈ സംഖ്യയും തമ്മിൽ കൂട്ടുക. ഇത് കൂട്ടുകയാണെന്ന് പറഞ്ഞാലും ഇവിടെ വന്നിരിക്കുന്നത് +8 അല്ല, -8 ആണ്. അപ്പം ഫലത്തിൽ ഇതിൽ നിന്ന് ഈ സംഖ്യ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും ഉത്തരം? 10192 അല്ലേ. 10,200 നിന്ന് 8 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ആഡ് ചെയ്താലും ഇത് -8 ആയതുകൊണ്ട് വരുന്ന ഉത്തരം ഇതാണ്. ഓർത്തോണം. ഓക്കെ, താങ്ക് യു.